മാസപ്പടി കേസിൽ SFIക്ക് പിന്നാലെ ഇപ്പോൾ ED വീണ വിജയനെതിരെ അന്വേഷണവുമായി മുൻപോട്ട് പോവുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാം. തീർച്ചയായിട്ടും ഇന്നലെ ചില മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു. അതായത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വീണയ്ക്കെതിരെ നടക്കുകയാണ്. കുറ്റപത്രം ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വീണ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും, അല്ലെങ്കിൽ അതിനു മുമ്പ് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇപ്പോൾ 2 തവണ ചോദ്യം ചെയ്തു. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള വിശകലനങ്ങളും വാർത്തകളുമൊക്കെ പുറത്തു വന്നു. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ വരുന്ന മറ്റൊരു സൂചന, ഈ SFIയുടെ അന്വേഷണത്തിന് പുറമെ വീണയ്ക്കെതിരെ EDയുടെ അന്വേഷണവും നടക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ED എന്ന സൂചന ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ EDക്ക് ഈ കേസിൽ ഇടപെടാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവിധ നിയമവശങ്ങൾ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. രസകരമായ അല്ലെങ്കിൽ അതിൽ ഗൗരവകരമായ മറ്റൊരു കാര്യം, വീണ മാത്രമല്ല, വീണയുടെ പിതാവും ED അന്വേഷണം നേരിടേണ്ടി വരും. അതായത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ED അന്വേഷണം നേരിടേണ്ടി വരും. അദ്ദേഹത്തിനെതിരെയും ED അന്വേഷണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതുമാത്രമല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ SFIയുടെ അന്വേഷണം അതൊരു സീരിയസ് ഫ്രോഡ്, അതായത് അധികാര ദുർവിനിയോഗവും വഞ്ചനയും തുടങ്ങിയ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി എന്നൊക്കെ ഉള്ളതാണ് അതിനെതിരെ ആ വിഷയത്തിൽ SFIO അന്വേഷിച്ച് വരുന്ന കാര്യങ്ങൾ. എന്നാൽ ഇതിനകത്തൊരു വലിയ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ട് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം ആരംഭിക്കാനിരിക്കുന്നത്. അത് കേവലം വീണയ്ക്കെതിരെ മാത്രമല്ല. വീണയ്ക്ക് അധികാര സ്ഥാനങ്ങളിലൊന്നും വീണ ഇല്ല. വീണ ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്, ഒരു വ്യക്തി, ഒരു കമ്പനി നടത്തുന്ന വ്യക്തി മാത്രമാണ്. പക്ഷെ വീണയുടെ അച്ഛൻ അധികാര കേന്ദ്രത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നയാളാണ്. അച്ഛൻ മാത്രമല്ല, വീണയുടെ ഭർത്താവും അതുപോലൊരു മന്ത്രിയാണ്. ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ഇതിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന ചില വിവരങ്ങൾ, ഈ വീണയുടെ അച്ഛൻ പിണറായി വിജയനെതിരെ മാത്രമല്ല, ഈ ഭർത്താവ് റിയാസിനെതിരെയും ചില പ്രാഥമികമായ അന്വേഷണങ്ങൾ വേണം ഇക്കാര്യത്തിൽ എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വീണയ്ക്കെതിരെ ഈ കുറ്റപത്രവും മറ്റു കാര്യങ്ങളും SFIയുടെ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ്സുകാരും BJPക്കാരും ആവശ്യപ്പെട്ടത് പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ്. ഈ വീണയുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഈ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്നും തൻ്റെ സ്വാധീനം ദുരുപയോഗം ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരും പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അതുപോലെ BJP ഇവരെല്ലാവരും പറഞ്ഞത് പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ്. എന്തുകൊണ്ട് ഇവരാരും മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്ന് പറയുന്നില്ല? മുഹമ്മദ് റിയാസും തന്ത്രപ്രധാനമായ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നയാളാണ്, പൊതുമരാമത്ത് മന്ത്രിയാണ്. അപ്പോൾ ആ മന്ത്രിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയില്ലേ അന്വേഷണ ഏജൻസികളുടെ പുറത്ത്? അല്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുകൂടെ? ഇവരാരും പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ കാര്യം പറയുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ED വളരെ കൃത്യമായി, വളരെ ശ്രദ്ധയോടെ, വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ നിരീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനകത്ത് ചില ചാനൽ മേധാവികൾക്കും പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അത്തരത്തിലുള്ള ചില സൂചനകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ പുറത്തു വന്നാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഏത് ചാനലാണ്, ഏത് മേധാവിയാണ് എന്നൊക്കെയുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ SFIയുടെ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, ഇതിനകത്ത് വലിയ സാമ്പത്തിക അഴിമതി നടന്നിരിക്കുന്നു, സാമ്പത്തിക ക്രമക്കേട് നടന്നിരിക്കുന്നു. കേവലം ഒരു സേവനം കൊടുത്തിട്ട് അതിന് പണം വാങ്ങി എന്നുള്ള കുറ്റം മാത്രമല്ല, അതുപോലെ തന്നെ വായ്പ എടുത്തിട്ട് ആ വായ്പ മറച്ചു വെച്ചുകൊണ്ട് കമ്പനി ഡിസോൾവ് ചെയ്തു, കമ്പനി പൂട്ടി എന്നുള്ളത് മാത്രമല്ല, മറ്റെന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. ആ നാറ്റം EDക്ക് മനസ്സിലായിരിക്കുന്നു. അവർ അതിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ 2.2 കോടി രൂപയുടെ തട്ടിപ്പ് മാത്രമല്ല, അതിലും മുകളിലായിട്ട് മറ്റെന്തൊക്കെയോ കുഴപ്പങ്ങൾ അതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ EDയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിനകത്ത് ഈ അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി വാർത്തകൾ കൊടുക്കാൻ സാധിക്കില്ല. ആകെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, അന്വേഷണം കൃത്യമായിട്ടും വീണയുടെ പിതാവിലേക്കും
വീണയുടെ ഭർത്താവിലേക്കും കൂടി നീളുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ED പുറത്തുവിടാനുണ്ട്. അത് അധികം വൈകാതെ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാര ദുർവിനിയോഗവും സാമ്പത്തിക തട്ടിപ്പും മാത്രമല്ല, ഒരു വലിയ അഴിമതിയുടെ ചുരുള് അഴിയാൻ പോകുന്നു എന്നാണ്. അതിൻ്റെ ആദ്യത്തെ വെടിയാണ് ചില ചാനലുകൾ ഇന്നലെ ഈ വീണയ്ക്കെതിരെ EDയും അന്വേഷണം ആരംഭിച്ചേക്കും എന്ന തരത്തിൽ ചില വാർത്തകൾ കൊടുത്തത്. അവരെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് കൃത്യമായ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കേസിൽ അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്ന് മാധ്യമങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ആ ഏജൻസികൾ കൊടുക്കില്ല. തുടക്കത്തിൽ അവർ അതിൻ്റെ പ്രാഥമികമായ തെളിവുകളെല്ലാം സംഘടിപ്പിച്ചു വെച്ചതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാൻ, FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളുമായി ആ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അവർ ഈ കേസ് എടുത്തതായിട്ടുള്ള വിവരം പുറത്തുവിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സ്ഥിരീകരണം ലഭിക്കാത്തത് കൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ആ വാർത്ത അങ്ങനെ പറയാൻ സാധിച്ചില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ED കൃത്യമായ നിയമോപദേശം തേടിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ അന്വേഷണം നീളുക. അതുപോലെ തന്നെ ഒരു മന്ത്രിക്കും, മന്ത്രിസഭയിലെ ഒരു അംഗത്തിനും. അപ്പോൾ ഇതൊക്കെ വളരെ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് മാത്രമേ EDക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അതിനെ സംബന്ധിച്ച് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ SFIOയുടെ അന്വേഷണത്തിൽ വൈകാതെ തന്നെ വീണ അറസ്റ്റിലാകാൻ, കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീണയ്ക്കെതിരായ കുറ്റപത്രം ഇപ്പോൾ കേസ് അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും വരുന്ന നാളുകൾ വീണയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. വീണയ്ക്ക് അത്ര പെട്ടെന്നൊന്നും ഈ SFIOയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതിന് മറുപടി പറയാൻ, SFIOയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ തീരില്ല. അതുപോലെ തന്നെ അറസ്റ്റിലേക്ക് പോയാൽ അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവിയെ അപകടത്തിലാക്കും എന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ചും CPMൻ്റെ നേതൃത്വം, അതായത് ജനറൽ സെക്രട്ടറി മാറിയ സ്ഥിതിക്ക്, നേരത്തെ ഇരുന്നത് സീതാറാം യെച്ചൂരി മരിച്ചു പോയപ്പോൾ താൽക്കാലിക ചുമതല കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് പ്രകാശ് കാരാട്ടിന് കൊടുത്തിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ പിണറായി വിജയൻ അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിച്ചേക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. MA ബേബിയാണ് ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ബേബിക്ക് പാർട്ടിയുടെ പ്രതിച്ഛായ ഒരു വലിയ വിഷയമാണ്. ഈ പാർട്ടി കളങ്കിതരുടെ പാർട്ടിയല്ല, വെറുക്കപ്പെട്ടവരുടെ പാർട്ടിയല്ല എന്ന് തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ബേബിക്ക് ലഭിക്കുക. അതുകൊണ്ട് ബേബി എന്ത് നിലപാടെടുക്കും എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും പിണറായി വിജയനും മകൾക്കും മകളുടെ ഭർത്താവിനും ഇത് കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതിനു മുമ്പേ നമ്മളില്ല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള തരത്തിലൊക്കെ വന്നിരുന്നു. അത് വീണ്ടും തേച്ചുമാഞ്ഞു പോയില്ല, എന്നാൽ അത്തരത്തിലോട്ട് ആ വലിയ വിവാദങ്ങൾ അങ്ങ് ശോഷിച്ച് മറ്റൊരു തരത്തിലേക്ക് അവർ മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു കാര്യവും ഇതിലേക്കാണോ പോകുന്നത്? ഇപ്പൊ ED അന്വേഷണമൊക്കെ എത്രമാത്രം പ്രായോഗികമായിട്ട് വരും? അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു അന്വേഷണം, ഒരു ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിനകത്ത് ഏതെങ്കിലും ഈ പറയുന്നത് പോലെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന, അന്വേഷണത്തെ തളർത്തുന്ന ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ അന്വേഷണം ഒഴിവാക്കാനുള്ള പരിശ്രമമൊക്കെ വീണയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കാം. പക്ഷെ അതൊന്നും വിജയിച്ചില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഈ പറയുന്നത് പോലെ SFIOയെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കേസ് കോടതിയിലാണ്. കോടതിയെ അങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും അത്ര എളുപ്പത്തിൽ? അതൊക്കെ വലിയ എന്താ പറയണ്ടേ, നടക്കാത്ത കാര്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അതിലെല്ലാം ഉപരി അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു പക്ഷേ വഴിതെറ്റിച്ചേക്കാം, അവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം, അവരെ ചിലപ്പോൾ അതിലാരെങ്കിലെയൊക്കെ 1-2 പേരെ സ്വാധീനിച്ചേക്കാം. അതൊക്കെ നടന്നേക്കും. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ ED വളരെ കൃത്യമായിട്ട് നിയമോപദേശം തേടിയിരിക്കുന്നു. അത് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണയ്ക്കും അല്ലെങ്കിൽ പിണറായിയുടെ കുടുംബത്തിന് തന്നെ അത്ര ആശാവഹമല്ല കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ SFIOയുടെ പുറകെ ED അന്വേഷണം കൂടി വന്നാൽ, ഇനി അഴിമതി നിരോധന നിയമം അനുസരിച്ചാണെങ്കിൽ CBIക്ക് കേസെടുക്കാം. അങ്ങനെ ഒരു വകുപ്പുണ്ട്. CBIക്ക് സ്വമേധയാ കേസെടുക്കാം അവിടെയും. അപ്പോൾ 3 ഏജൻസികളുടെ റഡാറിലാണ് പിണറായി വിജയനും കുടുംബവും. അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനേ സാധിക്കുകയുള്ളൂ. കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയൂ.